വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇപ്പോൾ ഒരു റീസെൻ്റ്ലി കേട്ടൊരു കഥയാണ്. കഥയും നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വയറിൽ നമ്മൾ കണ്ട ഒരു പേഷ്യൻ്റെ കാര്യം, ഉഷ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം, പലരും അതിനെ ജനറലൈസ്ഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിലും മറ്റേ എന്തായാലും പല ആൾക്കാരും പ്രതിഷേധിച്ചും അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു എന്താ പറയുക, ഒരു ടീം വർക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ടീം വർക്കിൽ നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് എന്തായാലും ഒരു സർജറി എന്ന് പറയുമ്പം ആ ഒരു സർജറി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന കേസാണെന്നുള്ളത് നമ്മൾ എന്തായാലും ഓൾറെഡി ഡോക്ടർ നേരത്തെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി സ്റ്റാഫ് പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള വാർഡുകളിൽ അതിൻ്റെ ഏതാണെന്നുള്ളതൊക്കെ അനസ്തീഷ്യയും കാര്യങ്ങളും എല്ലാം കണ്ട ശേഷമാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലെ സിസ്റ്റം എന്ന് പറയുമ്പം അവിടെ റിസീവ് ചെയ്യുന്ന ഹാൻഡ് ഓവർ മേടിക്കുന്ന സ്റ്റാഫ് നമ്മൾ എല്ലാം ഒരു ബോർഡിൽ എഴുതി വെക്കണം. ഇന്ന പേഷ്യൻ്റാണ്, ഇന്ന സർജറിയാണ്, ഇത്ര ആരൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ്, ഏത് ഡോക്ടറാണ് അസിസ്റ്റൻറ്റ്, ഏത് ഡോക്ടർ, മെയിൻ ഡോക്ടർ ആരാണ്, സ്ക്രബ് നേഴ്സ് ആരാണ്, സ്ക്രബ് നേഴ്സിൻ്റെ സെക്കൻഡറി സ്ക്രബ് നേഴ്സ് ആരാന്നുള്ളതൊക്കെ നമ്മൾ അതിനകത്ത് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഇത്രയും, അതായത് ഈ 4 പേരുടെയും പിന്നെ ഫ്ലോർ നേഴ്സിൻ്റെയും പിന്നെ ഈ പറഞ്ഞ നമ്മുടെ അവിടെയുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റ് ആണോ നമുക്ക് അവിടെ ഉള്ളത് അതെല്ലാം കൗണ്ട് ചെയ്യും. ബിഫോർ ക്ലോഷർ ഓഫ്, അതായത് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് സർജറി ക്ലോസ് ചെയ്ത് നമ്മൾ അവസാനം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ കൗണ്ട് ചെയ്യുന്നതുള്ളതും അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ഇതെല്ലാം എല്ലാവരും പറഞ്ഞേക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഓക്കെ, ഇനി ഞാൻ ഇത്രയും നിങ്ങളെല്ലാവരും ഈ വാർത്തകളിലൂടെയും പിന്നെ ബാക്കിയുള്ള യൂട്യൂബ് ചാനലുകളിലൂടെയും ഡോക്ടേഴ്സൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ഒത്തിരി പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം ടീം വർക്കാണ് അത് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് എവിടെയെങ്കിലും ഒരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഡൗട്ട്, അതായത് ഇപ്പം സിസ്റ്ററിനാണെങ്കിലും ഡോക്ടർക്കാണെങ്കിലും ഉണ്ട്, അതായത് അവിടെ ഉണ്ടായോ, ഒരു സാധനം മിസ്സായോ എന്ന് പറഞ്ഞാൽ നമ്മളത് സ്പീക്ക് ഔട്ട് ചെയ്യുക. അതായത് ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു മെഷീനിലല്ല മനുഷ്യനിലാണ്. അതായത് ലിവിങ് ഒരായിട്ടുള്ള ഒരാൾ, അതായത് ജീവനുള്ള ഒരു വ്യക്തിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഒരു മരുന്ന് കൊടുക്കുന്നതാണെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണെങ്കിലും സർജറി ചെയ്യുന്നതാണെങ്കിലും എന്ത് ചെയ്യുന്നതാണെങ്കിലും ഒരു ജീവനുള്ള ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജീവന് വേണ്ടിയിട്ടുള്ള, അതായത് ഒരാളും അറിഞ്ഞുകൊണ്ട് ഒരു സാധനം അവിടെ റിമെയിൻ ചെയ്ത് വെക്കത്തില്ല. അപ്പം അത് നമ്മുടെ ഒരു എന്താ പറയുക, ഈ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് കൗണ്ടറായിട്ട് 1, 2, 3 പ്രാവശ്യം കൗണ്ട് ചെയ്ത് അതൊന്നും ഉറപ്പ് വരുത്താത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നെഗ്ലിജൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഹറിബറിയുടെ കാര്യങ്ങളാണ്. അപ്പം നമുക്കതൊന്നും അവരുടെ തിരക്കി നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി സാധാരണ ജനങ്ങളിലേക്ക് പറയാൻ വേണ്ടി പോകുന്നൊരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ബുദ്ധിമുട്ട് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് കാണാൻ വേണ്ടി ചെല്ലുമ്പം വയറ് വേദന അല്ലെങ്കിൽ യൂറിൻ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പറയുക, ഈ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സർജറി നടന്നിരുന്നു. അപ്പം ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഇപ്പോൾ ഈ 5 വർഷം എന്നൊരു ടൈം പീരീഡ് ഇതിന് പോവാതെ നമുക്ക് ഇപ്പം ഞാനൊരു സർജറി ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം നമ്മൾ പറയണം, ഇങ്ങനെ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ആ പറഞ്ഞ പോലെ എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ, അതായത് CT സ്കാനോ ചെയ്ത് നോക്കുമ്പം എന്തെങ്കിലും അവിടെ റിമൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ വേണ്ടി നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാം. അതായത് ഇത് വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യമാണ്. ഇൻ കേസ് വന്നാൽ തന്നെ ഇത് നേരത്തെ തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ അറിയാൻ വേണ്ടി പറ്റണം. അതും കൂടെ എടുത്തിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ നമ്മളെപ്പോഴും വിചാരിക്കുക, ഏതൊരു കേസും നാളെ ഒരു ഇതാവരുത്. അതുകൊണ്ട് മാക്സിമം നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും ഒരുപോലെ അത്രയും ഉണർന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. കാരണം മനുഷ്യനാണ്, അബദ്ധങ്ങൾ പറ്റാമെന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ പോലും, നമ്മളാരും ദൈവങ്ങളല്ലോ അബദ്ധങ്ങൾ പറ്റാമെന്ന് പറഞ്ഞാൽ പോലും ചില കാര്യങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പം അങ്ങനെ വരുന്ന കാര്യത്തിൽപ്പെടുന്ന ഒരു കാര്യമാണിത്. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം അതായത് ഈ കിടക്കുന്ന ഏതൊരു വ്യക്തി നമുക്ക് മുമ്പിൽ വരുന്ന ആൾ നമ്മുടെ ആളാണെന്ന് വിചാരിച്ച് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുക.